മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് മറച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനം നടത്തിയതിൽ ഏരിയ സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കിയ കേസ്. പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു അടക്കം 31 പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നേരത്തെ കണ്ടാൽ അറിയാവുന്ന 500ഓളം പേരായിരുന്നു പ്രതിപട്ടികയിൽ ഉണ്ടായത്. കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPMകാരെ പ്രതി ചേർത്തത്. ഇന്നലെയാണ് കോടതി വളരെ വ്യക്തമായി പറഞ്ഞത്. കാരണം പ്രഥമദൃഷ്ടിയായി വിഷയത്തിൽ കേസെടുക്കാനുള്ള സാഹചര്യമുണ്ട്. കോടതി CPMനെ അടക്കം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള നിർണായകമായ കാര്യം. അതിനുശേഷം നമ്മളോട് ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ സംസാരിക്കുമ്പോൾ അബദ്ധം പറ്റിപ്പോയി, മനുഷ്യ സഹജമായ തെറ്റ് പറ്റിപ്പോയി എന്ന് അവർ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏരിയ സെക്രട്ടറി അടക്കം പ്രതിയായാണ് കേസ് പോലീസ് എടുക്കേണ്ടി വരുന്നത്. കോടതി ഇടപെടലിന് ശേഷം വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ഇന്നലെയാണ് കോടതി രൂക്ഷ വിമർശന വിഷയത്തിൽ CPMനെതിരെ അതുപോലെ പോലീസിനെതിരെ നടത്തിയത്. ഇന്നലെ വൈകിട്ടോടുകൂടി കേസെടുക്കുകയായിരുന്നു വഞ്ചൂർ പോലീസ്. 30 പേരെയാണ്, പന്തൽ കെട്ടിയവരടക്കം 30 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഈ സംഭവം നടന്ന് 5 ദിവസം കഴിയുമ്പോഴാണ് കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. അതൊന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ, സർക്കിൾ ഇൻസ്പെക്ടറെ നേരിട്ട് ഹാജരാകാൻ കോടതി പറഞ്ഞതിന് തൊട്ട് മുമ്പ് ഈ ഒരു കേസെടുത്ത് പോലീസ് തടിയുകയാണെന്ന് വേണം പറയാൻ. 31 പാള ഏരിയ സെക്രട്ടറി വഞ്ചൂർ P. ബാബു അടക്കം 31 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. CPMന്റെ ഏരിയ കമ്മിറ്റി ഒന്നടങ്കം ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. 500ഓളം ആളുകൾ, കണ്ടാലറിയുന്ന 500ഓളം ആളുകൾ നേരത്തെ പോലീസ് FIR ഇട്ടപ്പോൾ ആദ്യം പറഞ്ഞിരുന്നപ്പോൾ അങ്ങനെയല്ല. വഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ, സെക്രട്ടറി അടക്കം അംഗങ്ങളെ പ്രതി ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. പന്തൽ കെട്ടിയവരും ഈ പ്രതിപട്ടികയിൽ ഉണ്ടാകും. പരിപാടിയിൽ പങ്കെടുത്ത വിശദാംശങ്ങളും കോടതി തേടിയിട്ടുണ്ടെങ്കിലും അവരെ പ്രതി ചേർക്കേണ്ട എന്നാണ് വഞ്ചൂർ പോലീസിന്റെ തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഇതിൽ പങ്കെടുത്തത്. MV ഗോവിന്ദനാണ് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും സംഭവം നടന്ന് 5 ദിവസത്തിന് ശേഷം കേസെടുക്കാൻ പോലീസ് തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സംഭവം നടന്നു, ഇതിൽ പ്രഥമദൃഷ്ട്യാ വ്യക്തമാകുന്നു ഇങ്ങനെ ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി വരുന്നു, നിരവധി ആക്ഷേപങ്ങൾ വരുന്നു. അപ്പോഴും CPMനെ സംരക്ഷിക്കുന്ന ഇതിന് കാരണക്കാരായുള്ള ആളുകൾക്ക് അനുകൂലമായി നിൽക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു. പോലീസിന്റെ കൺമുമ്പിലാണ് ഇത്ര വലിയൊരു ഗതാഗത ലംഘനവും മനുഷ്യാവകാശ ലംഘനവും ഒക്കെ നടന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോടതി പറയേണ്ടി വരികയാണ് അരുൺ, ഇതിൽ കേസെടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ. അപ്പോൾ പോലീസ് ഉണരുകയാണ്. ഇനി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും പോലീസിന് ഉണരാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കോടതി ഉണ്ടാക്കിയത്. ഹൈക്കോടതിയാണ് ഈ ഒരു വിഷയം പരിഗണിക്കുകയും അത്തരത്തിൽ രൂക്ഷ വിമർശനം CPMനും പോലീസിനുമെതിരെ ഉന്നയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പോലീസിന് മറ്റു വഴികളില്ല. അവരുടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇന്ന് ഹൈക്കോടതിക്ക് നേരിട്ട് ഹാജരാകേണ്ട ഹൈക്കോടതിയിൽ. അതിനു മുമ്പ് ഒരു കേസ് പോലും എടുക്കാതെ പോയാൽ നമുക്കറിയാം സ്വാഭാവികം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഈ കേസ് എടുത്ത് 31 പേർക്കെതിരെ കേസെടുത്ത് തടിയൂരാൻ, തൽക്കാലത്തേക്കെങ്കിലും പ്രശ്നത്തിൽ രക്ഷപ്പെടാൻ പോലീസ് ശ്രമിച്ചത്. ഏതായാലും ഇത് ഇന്നലെയാണ് കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ നമുക്കറിയാം വിമർശനം ഉന്നയിച്ചത്. ഇതിനുശേഷമാണ് ഇപ്പോൾ പോലീസിന് നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ കോടതി പ്രധാനമായും പറഞ്ഞുവെച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് വലിയ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാവുകയും ചെയ്തു. CPMന് ആരാണ് ഈ വിഷയത്തിൽ അധികാരം നൽകിയതെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. കോടതി അലക്ഷ്യ കേസ് എടുക്കേണ്ടി വരും എന്നുള്ള കോടതിയുടെ പരാമർശം ശ്രദ്ധേയമായി. പ്രതികൾ ആരെല്ലാമെന്ന്, അതായത് പോലീസ് ഇന്ന് കോടതി അറിയിക്കേണ്ട ദിവസമാണ് അരുൺ, പ്രതികൾ ആരെല്ലാമെന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അവിടെയാണ് ഈ പ്രതികളെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കേണ്ട സാഹചര്യം ഒരുങ്ങുന്നത്. അത് ഈ പ്രതികളെ കോടതിയിൽ അറിയിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത കൂടി പോലീസിനുണ്ട്. സ്വാഭാവികമായും ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നേ പറ്റൂ. തീർച്ചയായിട്ടും മറ്റു വഴികൾ പോലീസിന് മുന്നിലില്ല. ഇനിയും കേസെടുക്കാതിരുന്നാൽ, ഇന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഹൈക്കോടതി നേരിട്ട് ഹാജരാകുമ്പോഴും FIR ഇല്ലാതിരുന്നാൽ എന്തുകൊണ്ട് FIR ഇട്ടുള്ള ചോദ്യം ഉയർന്നു വരുന്നത് മാത്രമല്ല, ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് വരെ കോടതി പോയേക്കാം. അതുകൊണ്ടാണ് നേരിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കോടതിയിൽ ഹാജരാകുന്നതിന് മുമ്പ് തന്നെ ഒരു FIR ഇട്ടത്. അതിൽ CPMന്റെ പാളയം ഏരിയ സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങളും കേസിൽ പ്രതികളാകും. എന്നാൽ അവിടെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളെ, പാർട്ടി പ്രവർത്തകരും MDO അടക്കമുള്ള നേതാക്കളുമുണ്ട്, അവരെ പ്രതി ചേർക്കേണ്ട എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന് കാരണക്കാർ ആര് എന്ന കാര്യത്തിലാണ് അന്വേഷണം പോകുന്നത്. അത് CPMന്റെ ഏരിയ കമ്മിറ്റിയാണ്. ഏരിയ കമ്മിറ്റിയുടെ ഒരു പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനം മാത്രമല്ല, ഒരു നാടകവും അവിടെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സംഘാടകർക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. വിവരങ്ങൾ പങ്കുവെക്കുന്നു. വഞ്ചിയൂർ സമ്മേളനത്തിൽ വഴിയടച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി പന്തൽ കെട്ടിയ സംഭവത്തിൽ 31 പേർക്കെതിരെ കേസ്. അതിൽ ഒന്നാം പ്രതി പാളയം ഏരിയ സെക്രട്ടറി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്.